ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ നമ്മുടെ ബായി വിളിച്ചു. ഇന്നവിടെ ഈ തിങ്കളാഴ്ചകളിൽ ഇവിടെ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കും. അങ്ങനെ നമ്മൾ നേരെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു, അത് വന്നു. അത്യാവശ്യം നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. അത്യാവശ്യം വലിയൊരു പീസ് ചിക്കനും ഉണ്ട്. ഒരിച്ചിരി ചിക്കൻ്റെ പീസും കുറച്ച് ചോറും കൂടെ എടുത്തിട്ട് അതിലൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഗൈസ്, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. മലേഷ്യയിൽ നമുക്കങ്ങനെ ചിക്കൻ ബിരിയാണി കിട്ടാൻ ഇച്ചിരി പാടാണ്. അത് നമ്മുടെ നാട്ടിലെ കൂട്ട് സൂപ്പർ ടേസ്റ്റാണിത്. അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പൈസ ഇടാൻ വേണ്ടി വന്നേക്കുവാണ് ഗൈസ്. ഇതാണ് ഇവിടെ പൈസ ഇടുന്നത്. ഇത് നമ്മൾ വിചാരിക്കും ഒരു ബാങ്കോ ATM ആണ്. ഇത് സെപ്പറേറ്റ് ATM ഒന്നുമല്ല, ഇത് കടകളിൽ തന്നെ ഉള്ളിൽ കാണുന്നതാണ്. നമുക്ക് പൈസ കൊണ്ടുവന്ന് ഇടാം, നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിലോട്ട് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ വേറെ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നിടത്ത് പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി. ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണോ. ഇത് നിൽക്കുന്നത് ഒരു ലോക്കലായിട്ടുള്ളൊരു കടയിലാണ്. നമുക്കിവിടെ കൊണ്ടുവന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. എത്ര എമൗണ്ട് വേണമെങ്കിലും ഇടാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് നമ്മുടെ നാട്ടിലെ CDM പൈസ ഇടുന്ന തൊട്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് എത്ര എന്നുള്ള അടിച്ച് നമുക്ക് ഡയറക്റ്റ് പൈസ നമ്മൾ നാട്ടിലെ CDM ഇടുന്ന തൊട്ട് തന്നെ നമുക്ക് പൈസ ഇടാൻ പറ്റും. സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടതൊന്നുമില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ഇടുന്ന തൊട്ട് തന്നെ. ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസ് എടുക്കാതെ പോയാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോ വെറൈറ്റി ജ്യൂസ് എടുത്ത്, ഇത് ഇവിടുത്തെ ലിച്ചി പോലുള്ളൊരു ജ്യൂസാണ്. ഇതാണ് ഞാൻ ചൂസ് ചെയ്ത ജ്യൂസ്. സൂപ്പാജിൻ എന്ന് പറയുന്ന സ്ട്രോബെറിയുടെ നല്ല പുളിപ്പുള്ളൊരു ജ്യൂസാണ്. ഇതാണ് അമ്പാനും വേറവനും എടുത്തത്. ഇത് അത്യാവശ്യം സൂപ്പർ സാധനമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനെന്തായാലും ചൂസ് ചെയ്തത് ഈ ജ്യൂസാണ്. ഇത് അത്യാവശ്യം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി ഇതെടുത്തതാണ്. അവരെടുത്ത ലിച്ചിയുള്ള സംഭവം പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്, അവൻ്റെ ദേഹത്തെല്ലാം വീണ്. ഇത് അത്യാവശ്യം നമുക്ക് കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പീസസ് ഉണ്ട് ഇതിനകത്ത്. ഈ പുഡിങ് പോലെ കിടക്കുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കാശ് നമ്മൾ റൂമിൽ വന്നിട്ട് KFC ഓർഡർ ചെയ്തു. ഇവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതൊരു 4 പീസ് അല്ലെങ്കിൽ 3 പീസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരു നാട്ടിലൊരു 780 രൂപ അടുപ്പിച്ച് വന്നു. അത്യാവശ്യം KFC ഒക്കെ ഇവിടെ എക്സ്പെൻസീവാണ്. ഇതിൻ്റെ കൂടെ കോളയും പിന്നെ അത്യാവശ്യം മയണൈസും ഇവരുടെ തന്നെ സോസും ഉണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ അത്യാവശ്യം നല്ലതാണ്. ഇത് നമ്മൾ ചുമ്മാ ഒരു സ്നാക്ക് പോലെ മേടിച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. KFC പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നല്ലത് നമ്മൾ വരുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.